പ്രഭാഷകൻ അധ്യായം 29. കടവും ദാനവും. കരുണയുള്ളവൻ അയൽക്കാരന് കടം കൊടുക്കും. അവനെ തുണയ്ക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു. അയൽക്കാരന് ആവശ്യം വരുമ്പോൾ കടം കൊടുക്കുക. നീ കടം വാങ്ങിയാൽ സമയത്തിന് തിരിച്ചു കൊടുക്കണം. വാക്കുപാലിച്ച് അയൽക്കാരനോട് വിശ്വസ്തത കാണിക്കുക. നിന്റെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നിറവേറും. വീണുകിട്ടിയ നിധി പോലെ കടത്തെ കരുതുന്ന വളരെ പേരുണ്ട്. അവർ തങ്ങളെ സഹായിക്കുന്നവർക്ക് ഉപദ്രവം വരുത്തും. കടം കിട്ടുന്നതുവരെ അയൽക്കാരൻ്റെ കൈ ചുംബിക്കുകയും അവൻ്റെ ധനത്തെപ്പറ്റി പുകഴ്ത്തി പറയുകയും ചെയ്യുന്നവരുണ്ട്. കടം വീട്ടാറാവുമ്പോൾ താമസിപ്പിക്കുകയും നിരർത്ഥകമായ വാഗ്ദാനം നൽകുകയും സമയം പോരെന്ന് പരാതി പറയുകയും ചെയ്യുന്നു. നിർബന്ധം ചെലുത്തിയാലും കടം കൊടുത്തവനെ കഷ്ടിച്ച് പകുതിയെ തിരിച്ചു കിട്ടുകയുള്ളൂ. അവനത് ഭാഗ്യമായി കരുതും. നിർബന്ധിച്ചില്ലെങ്കിൽ കടം വാങ്ങിയവൻ പണം അപഹരിച്ചത് തന്നെ. ആവശ്യമില്ലാതെ അവനെ ശത്രുവാക്കുകയാണ്. നിന്നയും ശാപവർഷവും കൊണ്ടായിരിക്കും അവൻ കടം വീട്ടുക. മാനത്തിന് പകരം അവമാനം ലഭിക്കുന്നു. ഇത്തരം ദുഷ്ടത നിമിത്തം കടം കൊടുക്കാൻ പലരും മടിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാതെ വഞ്ചിതരാകാൻ അവർ ഭയപ്പെടുന്നു. എങ്കിലും നിർധനനോട് കരുണ കാണിക്കണം. നിന്റെ ദാനത്തിന് വേണ്ടി കാത്തിരിക്കാൻ അവന് ഇടയാകരുത്. കൽപ്പനകളെ പ്രതി ദരിദ്രനെ സഹായിക്കുക. ആവശ്യക്കാരനായ അവനെ വെറും കൈയോടെ അയക്കരുത്. സഹോദരനോ സ്നേഹിതനോ വേണ്ടി ധനം നഷ്ടപ്പെടുത്താൻ മടിക്കരുത്. കല്ലിനടിയിലിരുന്ന് അത് തുരുമ്പിച്ച് നഷ്ടപ്പെടാതിരിക്കട്ടെ. അത്യുന്നതൻ്റെ കൽപ്പനകൾ അനുസരിച്ച് വേണം ധനം നേടാൻ. അത് സ്വർണത്തേക്കാൾ ലാഭകരമാണ്. ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം. എല്ലാ തിന്മകളിലും നിന്ന് അത് നിന്നെ രക്ഷിക്കും. ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ബലമേറിയ പരിചയേക്കാളും കനത്ത കുന്തത്തേക്കാളും അതുപകരിക്കും. നല്ല മനുഷ്യൻ അയൽക്കാരന് വേണ്ടി ജാമ്യം നിൽക്കും. നാണം കെട്ടവനെ അവനെ വഞ്ചിക്കൂ. ജാമ്യക്കാരൻ്റെ കാരുണ്യം വിസ്മരിക്കരുത്. അവൻ തൻ്റെ ജീവനാണ് നിനക്ക് നൽകുന്നത്. ദുഷ്ടൻ ജാമ്യക്കാരൻ്റെ ഐശ്വര്യം നശിപ്പിക്കുന്നു. നന്ദിഹീനൻ തന്നെ രക്ഷിച്ചവനെ കൈവെടിയുന്നു. ജാമ്യം പലരുടെയും ഐശ്വര്യം നശിപ്പിച്ചിട്ടുണ്ട്. അത് അവരെ കടലിലെ തിരമാല പോലെ ഉലച്ചു. പ്രബലന്മാരെ നാടുകടത്തി വിദേശങ്ങളിൽ അലയാനിടയാക്കി. ലാഭേച്ഛ മൂലം ജാമ്യം നിൽക്കുന്ന ദുഷ്ടൻ വ്യവഹാരത്തിൽ കുടുങ്ങും. കഴിവിനൊത്ത് അയൽക്കാരനെ സഹായിക്കുക. വീഴാതിരിക്കാൻ സൂക്ഷിക്കുകയും ചെയ്യുക. ജലം, ആഹാരം, വസ്ത്രം, സ്വൈര്യമായി പാർക്കാൻ ഒരിടം എന്നിവയാണ് ജീവിതത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ. സ്വന്തം കുടിലിൽ ദരിദ്രനായി കഴിയുന്നതാണ് അന്യൻ്റെ ഭവനത്തിൽ സമൃദ്ധമായ ഭക്ഷണം ആസ്വദിക്കുന്നതിനേക്കാൾ നല്ലത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുത്തുക. ദാക്ഷിണ്യം അനുഭവിക്കുന്നവനെന്ന ദുഷ്കീർത്തി വരരുത്. വീട് തണ്ടിയുള്ള ജീവിതം ശോചനീയമാണ്. വായു പൊത്തി നിൽക്കേണ്ടി വരും. അന്യവീട്ടിൽ ആതിഥേയം ചമഞ്ഞ് നീ പാനീയം പകരും. എന്നാൽ നന്ദിയല്ല, പരുഷവാക്കുകളായിരിക്കും നീ കേൾക്കുക. ഹേ മനുഷ്യ, വന്ന് മേശയൊരുക്കൂ, എടുത്തു വിളമ്പൂ, ഞാൻ ഭക്ഷിക്കട്ടെ. ഈ മാന്യന് വേണ്ടി സ്ഥലം ഒഴിഞ്ഞു തരിക. എൻ്റെ സഹോദരൻ വന്നതിനാൽ വീട് എനിക്ക് ആവശ്യമുണ്ട്. പാർപ്പിടത്തെ സംബന്ധിക്കുന്ന ശകാരവും ഉത്തമണറിൻ്റെ പരിഹാസവും വികാരവാനെ വ്രണപ്പെടുത്തുന്നു. പ്രഭാഷകൻ അധ്യായം 30. കുട്ടികളുടെ ശിക്ഷണം. പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു. വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും. മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും. സ്നേഹിതരുടെ മുൻപിൽ അവനെക്കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും. മകനെ പഠിപ്പിക്കുന്നവൻ ശത്രുക്കളെ അസൂയാലുക്കളാക്കുന്നു. സ്നേഹിതരുടെ മുൻപിൽ അവന് അഭിമാനിക്കാം. ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല. തന്നെപ്പോലെ ഒരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ അവൻ മകനെ കണ്ട് സന്തോഷിച്ചു. മരിക്കുമ്പോൾ അവന് ദുഃഖമില്ല. ശത്രുക്കളോട് പകരം വീട്ടാനും സ്നേഹിതന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാനും അവൻ ഒരുവനെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. മകനെ വഷളാക്കുന്നവന് മുറിവ് വച്ച് കെട്ടേണ്ടി വരും. അവൻ്റെ ഓരോ നിലവിളിയും പിതാവിനെ വേദനിപ്പിക്കും. മെരിക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും. ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകും. പുത്രനെ അമിതമായി ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും. അവനോടുകൂടെ കളിക്കുക, അവൻ നിന്നെ ദുഃഖിപ്പിക്കും. അവനോടുകൂടെ ഉല്ലസിക്കരുത്, ഒടുക്കം നീ ദുഃഖിച്ച് പല്ല് ഞെരിക്കും. അവന് യവനത്തിൽ അധികാരം നൽകുകയോ അവൻ്റെ തെറ്റുകൾ അവഗണിക്കുകയോ അരുത്. ചെറുപ്പത്തിലെ തന്നെ അവനെ വിനയം അഭ്യസിപ്പിക്കുകയും
ശിക്ഷിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ അവൻ അനുസരണയില്ലാത്ത നിർബന്ധ ബുദ്ധിയായി തീർന്ന് നിന്നെ ദുഃഖിപ്പിക്കും. മകൻ്റെ ലജ്ജാകരമായ പ്രവൃത്തികൾ നിമിത്തം ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവനെ ശിക്ഷണത്തിൽ വളർത്താൻ ശ്രദ്ധിക്കുക. ആരോഗ്യം. കഠിനമായ ശാരീരിക വേദന അനുഭവിക്കുന്ന ധനികനേക്കാൾ ആരോഗ്യദൃഢഗാത്രനായ ദരിദ്രനാണ് ഭാഗ്യവാൻ. ആരോഗ്യം സ്വർണത്തേക്കാൾ ശ്രേഷ്ഠമാണ്, ബലിഷ്ഠമായ ശരീരം അളവറ്റ ധനത്തേക്കാളും. ശരീരത്തിൻ്റെ ആരോഗ്യത്തേക്കാൾ മെച്ചപ്പെട്ട സമ്പത്തോ ഹൃദയാനന്ദത്തിലുപരിയായ സന്തോഷമോ ഇല്ല. ദുരിതപൂർണമായ ജീവിതത്തേക്കാൾ മരണവും മാറാരോഗത്തേക്കാൾ നിത്യവിശ്രമവും മെച്ചപ്പെട്ടതാണ്. വിശപ്പില്ലാത്തവൻ്റെ മുൻപിൽ വിളമ്പിയ വിഭവങ്ങൾ ശവകുടീരത്തിൽ നിവേദിച്ച ഭക്ഷണപദാർത്ഥങ്ങൾ പോലെയാണ്. വിഗ്രഹത്തിന് ഫലങ്ങൾ അർപ്പിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? ഭുജിക്കാനോ ഘ്രാണം ആസ്വദിക്കാനോ അതിന് കഴിവില്ല. കർത്താവിനാൽ പീഡിതനാകുന്നവനും അങ്ങനെ തന്നെ. അവൻ ഭക്ഷണപദാർത്ഥങ്ങൾ നോക്കി ഏങ്ങിക്കരയുന്നു. കന്യകനെ ആലിംഗനം ചെയ്തിട്ട് വിലപിക്കുന്ന ഷണ്ഡനെ പോലെ തന്നെ. സന്തോഷം. നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത്. ഹൃദയാനന്ദം ഒരുവൻ്റെ ജീവനും സന്തോഷം അവൻ്റെ ആയുസ്സുമാണ്. ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു. ഉത്കണ്ഠ അകാല വാർദ്ധക്യം വരുത്തുന്നു. സന്തോഷവും നന്മയും നിറഞ്ഞവൻ ഭക്ഷണം ആസ്വദിക്കുന്നു. പ്രഭാഷകൻ അധ്യായം 31. സമ്പത്തിൻ്റെ വിനിയോഗം. ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കമില്ലാതാക്കുകയും ചെയ്യുന്നു. ഉത്കണ്ഠ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും കഠിനരോഗം നിദ്രയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ധനികൻ പണം കുന്നുകൂട്ടാൻ അധ്വാനിക്കുന്നു, വിശ്രമവേളയിൽ അവൻ സുഖഭോഗങ്ങളിൽ മുഴുകുന്നു. ദരിദ്രൻ അധ്വാനിക്കുന്നത് ഉപജീവനത്തിനു വേണ്ടിയാണ്, വിശ്രമിച്ചാൽ അവന് ദാരിദ്ര്യം വർദ്ധിക്കും. സ്വർണത്തെ സ്നേഹിക്കുന്നവന് നീതീകരണമില്ല, പണത്തെ പിന്തുടരുന്നവന് മാർഗഭ്രംശം സംഭവിക്കും. സ്വർണ്ണ നിമിത്തം പലരും നശിച്ചിട്ടുണ്ട്, നാശത്തെ അവർ മുഖാഭിമുഖം ദർശിക്കുന്നു. അതിനുവേണ്ടി ജീവിതം അർപ്പിച്ചിരിക്കുന്നവർക്ക് അത് കെണിയാണ്. ഭോഷന്മാർ അതിൽ വീഴും. കുറ്റമറ്റവനും സ്വർണത്തെ കാക്ഷിക്കാത്തവനുമായ ധനവാൻ അനുഗ്രഹീതനാണ്. അങ്ങനെയുള്ളവൻ ആരുണ്ട്? അവനെ ഞങ്ങൾ അനുഗ്രഹീതൻ എന്ന് വിളിക്കും. സ്വജനമധ്യേ അവൻ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവൻ ആരുണ്ട്? അവന് അഭിമാനിക്കാൻ അവകാശമുണ്ട്. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. സമൂഹം അവൻ്റെ ഔദാര്യത്തെ പുകഴ്ത്തുകയും ചെയ്യും. വിരുന്നും വീഞ്ഞും. മഹാനായ ഒരുവനോടുകൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ആർത്തി കാണിക്കുകയും എത്ര വിഭവസമൃദ്ധമെന്ന് പറയുകയും അരുത്. അത്യാഗ്രഹമുള്ള കണ്ണ് ദുഷിച്ചതാണെന്ന് ഓർക്കുക. കണ്ണിനേക്കാൾ കൊതിയുള്ളതായി സൃഷ്ടികളിൽ എന്താണുള്ളത്? അത് നിമിത്തം ഓരോ മുഖവും കണ്ണീർ വാർക്കുന്നു. കാണുന്നതിനൊക്കെ കൈനീട്ടരുത്. ഭക്ഷണമേശയിൽ അയൽക്കാരനെ ഉന്തിമാറ്റരുത്. അയൽക്കാരൻ്റെ വികാരത്തെ വിധിക്കുന്നതിന് മുമ്പ് സ്വന്തം വികാരത്തെ കണക്കിലെടുക്കണം. ഓരോ സംഗതിയും ആലോചിച്ചു ചെയ്യുക. നിനക്ക് വിളമ്പുന്നത് മനുഷ്യോചിതമായി ഭക്ഷിക്കുക. ആർത്തിയോടെ ചവച്ചാൽ അവജ്ഞാപാത്രമാകും. ആദ്യം ഭക്ഷിച്ചു നിർത്തുന്നതാണ് മര്യാദ. മതിവരായിക കാണിക്കുന്നത് നിന്ദയ്ക്ക് കാരണമാകും. അനേകം പേരോടുകൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മുൻപേ നീ ഭക്ഷിച്ചു തുടങ്ങരുത്. സംസ്കാര സമ്പന്നൻ അമിതമായി ഭക്ഷിക്കുന്നില്ല, അവന് ഉറക്കം അനായാസമാണ്. മിതമായി ഭക്ഷിക്കുന്നവൻ നന്നായി ഉറങ്ങുന്നു, അവൻ ഉന്മേഷവാനായി രാവിലെ ഉണരുന്നു. അമിത ഭക്ഷണം നിദ്രാരാഹിത്യവും ദഹനക്ഷയവും ഉദരവേദനയും ഉളവാക്കുന്നു. അമിതമായി ഭക്ഷിച്ചാൽ ഛർദ്ദിച്ചു കളയുക, ആശ്വാസം ലഭിക്കും. മകനെ, എൻ്റെ വാക്ക് കേൾക്കുക, അത് അവഗണിക്കരുത്. അവസാനം നീ അതിൻ്റെ വില അറിയും. ഏത് ജോലിയും ഉത്സാഹപൂർവം ചെയ്യുക, നിന്നെ രോഗം ബാധിക്കുകയില്ല. ഭക്ഷണം നിർലോഭം നൽകുന്നവനെ എല്ലാവരും പുകഴ്ത്തും. അവൻ്റെ ഔദാര്യത്തെക്കുറിച്ചുള്ള അവരുടെ പ്രശംസ വിശ്വസനീയമാണ്. ഭക്ഷണം നൽകുന്നതിൽ പിശുക്ക് കാണിക്കുന്നവനെ ആളുകൾ പഴിക്കും. അവൻ്റെ അല്പത്വത്തെക്കുറിച്ചുള്ള അവരുടെ പരാതി സത്യമാണ്. വീഞ്ഞു കുടിച്ച് ധീരത പ്രകടിപ്പിക്കാൻ ശ്രമിക്കേണ്ട. വീഞ്ഞ്
അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. ഉരുക്കിൻ്റെ പദം ചൂളയിൽ തെളിയുന്നു. അഹങ്കാരികളുടെ കലഹം വീഞ്ഞ് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. മിതമായി കുടിച്ചാൽ വീഞ്ഞ് മനുഷ്യന് ജീവൻ പോലെയാണ്. വീഞ്ഞ് കുടിക്കാത്തവന് എന്തു ജീവിതം? അത് മനുഷ്യൻ്റെ സന്തോഷത്തിന് സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ഉചിതമായ സമയത്ത് മിതമായി കുടിച്ചാൽ വീഞ്ഞ് ഹൃദയത്തിന് സന്തോഷവും ആത്മാവിന് ആനന്ദവുമാണ്. അമിതമായാൽ വീഞ്ഞ് ഇടർച്ചയും പ്രലോഭനവും ഉണ്ടാക്കുന്ന തിക്താനുഭവവുമാണ്. ഉന്മത്തത വിഡ്ഢിയെ കോപിപ്പിച്ച് നാശത്തിലെത്തിക്കുന്നു. അത് അവൻ്റെ ശക്തി കെടുത്തി മുറിവ് വർദ്ധിപ്പിക്കുന്നു. വീഞ്ഞ് സൽക്കാരവേളയിൽ അയൽക്കാരനെ ശാസിക്കരുത്. ആഹ്ലാദ പ്രകടനങ്ങളിൽ അവനെ നിന്ദിക്കുകയും ചെയ്യരുത്. അവനെ ശകാരിക്കുകയോ നിർബന്ധിക്കുകയോ അരുത്. പ്രഭാഷകൻ അധ്യായം 32. വിരുന്നിൽ നീ മുഖ്യ അതിഥിയാണെങ്കിൽ കേമത്ത നടിക്കാതെ അവരിൽ ഒരുവനെ പോലെ പെരുമാറുക. അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടേ നീ ഇരിക്കാവൂ. കർത്തവ്യം നിർവഹിച്ചതിനു ശേഷം സ്വസ്ഥാനത്തിരുന്ന് അവരോടൊത്ത് ആഹ്ലാദിക്കുക. നിന്റെ സമർത്ഥമായ നേതൃത്വത്തിന് അവർ നിന്നെ അഭിനന്ദിക്കും. നിങ്ങളിൽ പ്രായം കൂടിയവർ സംസാരിക്കട്ടെ, അതാണ് യുക്തം. ശരിയായ അറിവോടുകൂടി സംസാരിക്കുക, എന്നാൽ സംഗീതത്തിന് തടസ്സമാകരുത്. വിനോദ പരിപാടികൾക്കിടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കരുത്. അനവസരത്തിൽ സാമർത്ഥ്യം പ്രകടിപ്പിക്കരുത്. വീഞ്ഞ് സൽക്കാരത്തിലെ സംഗീതം സ്വർണത്തിൽ പതിച്ച മാണിക്യം പോലെയാണ്. വീഞ്ഞ് സൽക്കാരവേളയിലെ ശ്രുതിമധുരമായ സംഗീതം സ്വർണ്ണാഭരണത്തിലെ മരതകമുദ്രയാണ്. യുവാവേ, ആവശ്യം വന്നാലേ സംസാരിക്കാവൂ. അതും ഒന്നിലേറെ തവണ നിർബന്ധിച്ചാൽ മാത്രം. ഒതുക്കി പറയുക. കുറഞ്ഞ വാക്കുകളിൽ വളരെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുക. അറിവുള്ളവനും എന്നാൽ മിതഭാഷിയുമായിരിക്കുക. മഹാന്മാരോട് ഇടപെടുമ്പോൾ തുല്യത ഭാവിക്കരുത്. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ പുലമ്പിക്കൊണ്ടിരിക്കുകയും അരുത്. ഇടയ്ക്ക് മുമ്പേ മിന്നൽ കാണുന്നത് പോലെ വിനയശീലൻ്റെ മുൻപിൽ കീർത്തി പരക്കുന്നു. തക്ക സമയത്ത് പോവുക, അവസാനത്തവൻ ആകരുത്. വേഗം വീട്ടിൽ പോകുക, തങ്ങി നിൽക്കരുത്. അവിടെ ചെന്ന് ഇഷ്ടാനുസരണം സന്തോഷിക്കുക. എന്നാൽ അഹങ്കാരപൂർവ്വം സംസാരിച്ച് പാപം ചെയ്യരുത്. തൻ്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ സൃഷ്ടാവിനെ ഇക്കാര്യത്തിനു വേണ്ടി സ്തുതിക്കുക. ദൈവഭക്തി. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. നിയമത്തെ അന്വേഷിക്കുന്നവൻ അതിൽ സംതൃപ്തി കണ്ടെത്തും. എന്നാൽ കപടനാട്യക്കാരൻ അതിൽ തട്ടിവീഴും. ദൈവഭക്തൻ ശരിയായി വിധിക്കും. നീതിപൂർവകമായ പ്രവർത്തികളെ അവൻ ദീപം പോലെ പ്രകാശിപ്പിക്കും. ദുഷ്ടൻ ശാസന നിരസിക്കുകയും തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുകയും ചെയ്യും. ബുദ്ധിമാൻ ഒരു നിർദ്ദേശവും അവഗണിക്കുകയില്ല. നിന്ദ്യനും ധിക്കാരിയുമായ മനുഷ്യൻ ആരെയും ഭയപ്പെടുന്നില്ല. ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത്. പശ്ചാത്തപിക്കാൻ ഇടയാവുകയില്ല. പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് തട്ടിവീഴരുത്. നിരപ്പായ വഴിയിലും അമിതമായ ആത്മവിശ്വാസമരുത്. വഴിയിൽ ശ്രദ്ധയോടെ നടക്കുക. ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം. അതാണ് നിയമാനുഷ്ഠാനം. നിയമത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു. കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരികയില്ല.